നമസ്കാരം. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് 2021 ജനുവരിയിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ബെയർ ആക്ടിൻ്റെയും ഡെഫിനിഷൻ പാർട്ട് നല്ലവണ്ണം വായിക്കണം. ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് മിക്കതും ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതാത് ബെയർ ആക്ടിൻ്റെ ഡെഫിനിഷൻ പാർട്ട് നല്ലവണ്ണം വായിച്ചു നോക്കണം. നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ഗേൾ ഓഫ് 22 years marries her maternal uncle's son of 23 years in accordance with the Special Marriage Act. Then such marriage is option A valid, option B voidable, option C void, option D valid only in North India. ഈ ചോദ്യം വളരെ എളുപ്പമാണ്. ഹിന്ദു മാരേജ് ആക്ടിൻ്റെ സെക്ഷൻ 11 എടുത്ത് വായിച്ചാൽ മതി. അപ്പോൾ എന്താണ് സെക്ഷൻ 11 പറയുന്നത്? എനി മാരേജ് സോളംനൈസ്ഡ് ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് ഷാൽ ബി നൾ ആൻഡ് വോയിഡ് ആൻഡ് മേ ഓൺ എ പെറ്റീഷൻ പ്രസൻറ്റഡ് ബൈ ഐദർ പാർട്ടി thereto against the other party be so declared by a decree of nullity if it contravenes any one of the conditions specified in clauses 1, 4 and 5 of section 5. അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഭംഗിയായി ആൻസർ ചെയ്യാൻ കഴിയും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. 22nd ക്വസ്റ്റ്യൻ. ദ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ was constituted in the year option A 1988, option B 1998, option C 1999, option D 1997. നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ എന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. Here the answer is option A 1988. The National Consumer Disputes Redressal Commission was constituted in the year 1988. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. What is the limitation period applicable in the 3 forums in entertaining complaint under the Consumer Protection Act 1986? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ 3 years from the date on which the cause of action has arisen. Option B 5 years from the date on which the cause of action has arisen. Option C 4 years from the date on which the cause of action has arisen. Option D 2 years from the date on which the cause of action has arisen. ലിമിറ്റേഷൻ പീരീഡ് എവിടെയാണ് പറയുന്നത്? ഈ ആക്ടിലെ സെക്ഷൻ 24A ഓഫ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ് ഈ ലിമിറ്റേഷൻ പീരീഡ് പറയുന്നത്. നിങ്ങൾ ആ ആക്ട് വായിച്ചു നോക്കണം. ഇനി 24th ക്വസ്റ്റ്യൻ. UNCITRAL and expansion United Nations Commission on International Trade Law ആണ് അതിൻ്റെ എക്സ്പാൻഷൻ. മോഡൽ ലോ. അപ്പോൾ UNCITRAL മോഡൽ ലോ and rules do not become a part of the Arbitration Act so as to become an aid to construe the provisions of the Act held in the case of option A Union of India
വേഴ്സസ് ഈസ്റ്റ് കോസ്റ്റ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ഓപ്ഷൻ ബി യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് MC മേത്ത. ഓപ്ഷൻ സി ടാറ്റ പ്രസ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ഇന്ത്യൻ ചേഞ്ച് ക്രോം ലിമിറ്റഡ്. നമ്മൾ കേസ് ലോസ് സുപ്രീം കോടതി ഡെലിവർ ചെയ്യുന്ന ജഡ്ജ്മെൻറ്റ് കേസ് ലോസ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, വായിച്ച് നോക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ കേസ് ലോ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ഈസ്റ്റ് കോസ്റ്റ് അല്ലേ, ബോട്ട് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് 1998 ഒരു ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ആൻസർ എ ആണ്. ഇതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. നിങ്ങൾ കേസ് ലോസ് പഠിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ 25. According to Section 7, Subsection 4 of the Arbitration and Conciliation Act, an arbitration agreement is in writing if it is contained in, very important ആണ്. Option A document signed by the parties. Option B, an exchange of letters, telex, telegrams or other means of telecommunication which provide a record of the agreement. Option C, an exchange of statements of claim and defense in which the existence of the agreement is alleged by one party and not denied by the other. And option D, all of the above. ഇത് നമ്മൾക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 4 ഓഫ് ദി ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട്, ആർബിട്രേഷൻ അഗ്രിമെൻറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. An arbitration agreement is in writing if it is contained in അല്ലേ, എന്താണ് പറയുന്നത്? ആ ചോദ്യം ഒന്നുകൂടി നോക്കണം നമ്മൾ. ഇഫ് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ അല്ലേ, എ ഡോക്യുമെൻറ്റ് സൈൻഡ് ബൈ ദ പാർട്ടീസ്, എൻ എക്സ്ചേഞ്ച് ഓഫ് ലെറ്റേഴ്സ്, ടെലക്സ്, ടെലിഗ്രാംസ് ഓർ അതർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇലക്ട്രോണിക് മീൻസ് വിച്ച് പ്രൊവൈഡ് എ റെക്കോർഡ് ഓഫ് ദി എഗ്രിമെൻറ്റ് ഓർ എൻ എക്സ്ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്ലെയിം ആൻഡ് ഡിഫെൻസ് ഇൻ വിച്ച് ദ എക്സിസ്റ്റൻസ് ഓഫ് ദി agreement is alleged by one party and not denied by other party. അതുകൊണ്ട് ഇതിൽ ആൻസർ ഡി ആണ്, all of the above. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം വായിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഇത്. നമ്മൾ അടുത്തേക്ക് കിടക്കുകയാണ്. 26th ക്വസ്റ്റ്യൻ ആണ്. വെയ്വർ ഓഫ് റൈറ്റ് ടു ഒബ്ജെക്റ്റ് deviance from arbitration agreement is mentioned under which section of the Arbitration and Conciliation Act? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെക്ഷൻ 7, ഓപ്ഷൻ ബി സെക്ഷൻ 4, ഓപ്ഷൻ സി സെക്ഷൻ 20 ആൻഡ് ഓപ്ഷൻ ഡി സെക്ഷൻ 22. ഇതിൽ നമ്മൾ സെക്ഷൻ 4 ഓഫ് ദി ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് ആണ് നോക്കേണ്ടത്. 1996 ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 4 നോക്കുക, വെയ്വർ ഓഫ് റൈറ്റ് ടു ഒബ്ജക്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഓപ്ഷൻ നമ്പർ ബി സെക്ഷൻ 4 അതാണ് ഇവിടെ ആൻസർ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോന്നും വായിച്ചു നോക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ദ പ്ലീ ബാർഗെയിനിങ് ഈസ് ആപ്ലിക്കബിൾ. പ്ലീ ബാർഗെയിനിങ് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്കാണ്. പ്ലീ ബാർഗെയിനിങ് CRPCയിൽ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ റെസ്പെക്റ്റ് ഓഫ് ദോസ് ഒഫൻസസ് ഫോർ വിച്ച് പനിഷ്മെൻറ്റ് ഓഫ് imprisonment is up to a period of option A 7 years, option B 10 years, option C 11 years and option D 14 years. നിങ്ങൾ സെക്ഷൻ
265 ഓഫ് അല്ലേ 265A ഓഫ് CRPC നോക്കുക. അവിടെ അത് റെഫർ ചെയ്താൽ ഇതിൻ്റെ ആൻസർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓപ്ഷൻ എ 7 years. അപ്പോൾ നിങ്ങൾ ഏതാണ് നോക്കേണ്ടത്? സെക്ഷൻ 265A ഓഫ് ദി CRPC, അതായത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നോക്കിയാൽ മതി. 28th ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം എ പ്ലെയിൻ റീഡിംഗ് ഓഫ് സെക്ഷൻ 195 ഓഫ് CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇറ്റ് ഈസ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് മാനിഫെസ്റ്റ് that it comes into operation at the stage when the court intends to take cognizance of an offence under section 190 subsection 1 CRPC അല്ലേ criminal procedure code, and it has nothing to do with the statutory power of the police to investigate into an FIR which discloses a cognizable offence. In other words, the statutory power of the police to investigate under the code is not in any way controlled or circumscribed by section 195 of CRPC. ഇത് ഏത് കേസിലാണ് സുപ്രീം കോടതി ശരിവെച്ചത് പറഞ്ഞത്? This was held by the Supreme Court in the case of Nalini. Option A, Nalini versus State of Tamil Nadu. Option B, Raj Singh versus State 1998. Option C, Govinda versus State of Madhya Pradesh. Option D, State of Himachal Pradesh versus Tara Datta. ഇത് മിക്കവരും കേട്ടിരിക്കും, പ്രമാദമായ ഒരു കേസാണ്. അതിൻ്റെ ആൻസർ അപ്പോൾ എന്തായിരിക്കും ആൻസർ? 1998 ഒരു കേസാണ്. അപ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയറാണ്. രാജ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ്, അത് 1998 കേസ് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇത് ക്ലിയർ ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29th ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അനുരാധ ബേസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓൺ 10th January 2020. കേസിൻ്റെ പേരാണ് അനുരാധ ബേസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലേ. ഓൺ 10th January 2020 relates to a challenge under Article 32 of the Constitution seeking issuance of an appropriate writ. Option A, for setting aside orders of the government by which all modes of communication including internet have been shut down in Jammu and Kashmir. ഇതെല്ലാവർക്കും കുറേയൊക്കെ അറിയാവുന്ന കേസാണ്. Option B, for setting aside orders of the government by which private property was sought to be acquired in Jammu and Kashmir, JNK. Option C, for setting aside orders of the government by which Jammu and Kashmir was instituted as Union Territory, UT, Union Territory. Option D, for setting aside orders of the government by which Ladakh was separated. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആൻസർ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോർ സെറ്റിംഗ് അസൈഡ് ഓർഡേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ബൈ വിച്ച് ഓൾ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിംഗ് ഇൻ്റർനെറ്റ് ഹാവ് ബീൻ ഷട്ട് ഡൗൺ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. പത്രം വായിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ പെട്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനി ഈ പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുകയാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ, ഇത് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ പാർട്ട് 1 6ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. സെക്ഷൻ 66A ഇതെല്ലാവർക്കും പരിചയമുണ്ടാവും. ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് സ്ട്രക്ക് ഡൗൺ അണ്ടർ Article 19(1)(a) read with Article 19(2) in the case of Option A, Justice K. Puttasamy versus Union of India. Option B, Karak Singh versus State of Uttar Pradesh. Option C, Govinda versus State of Madhya Pradesh. Option D, Shraya Singhal versus Union of India. ഇത് മിക്കവർക്കും അറിയാം.
ആൻസർ ഡി ആണ്. ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 2021 ജനുവരിയിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒക്കെ ശ്രദ്ധയോടെ വായിക്കുക. ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ആക്റ്റും പെയർ ആക്റ്റും തയ്യാറാകണം. എവിടെ നിന്നാണ് ഇത് ചോദിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. താങ്ക്സ്. ഓക്കെ.